ഞാൻ ശ്രീ എ സമ്പത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, ശ്രീ എ സമ്പത്ത്, ഈ വിഷയങ്ങൾ ഇത്തരത്തിൽ വികസനങ്ങൾ തടയിടുന്നു, ആ വികസനങ്ങൾക്കെതിരെ പ്രയോഗിക്കപ്പെടുന്ന രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ പ്രസക്തി ഇതൊക്കെ ബോധ്യമാക്കുന്ന ഒരു ഘട്ടമാണിത്. കാരണം ഇവിടെ രണ്ടാം വിമോചന സമരം നടത്താൻ ഉദ്ദേശിച്ചവരുണ്ടായിരുന്നു. രണ്ടാം വിമോചന സമരം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഘടകങ്ങൾ ആലോചിക്കണം, അതിൻ്റെ എലമെൻറ്റ്സ്, സാമുദായികം അടക്കമുള്ള എലമെൻറ്റ്സാണ് വിമോചന സമരത്തിന് ഘടകമായത്. അത് രണ്ടാം വിമോചന സമരം എന്ന നിലയിൽ തുടങ്ങുമെന്ന് പറഞ്ഞ പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്, കെ സുധാകരൻ അടക്കമുള്ളവർ. അതുകൊണ്ട് ആ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ. വികസനങ്ങൾ എല്ലാവർക്കുമുള്ളതാണ്. അത് സാധ്യമാകുന്നത് വരെ ഏതൊക്കെ നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാം എന്ന് വിചാരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു സമരമുറയായിരുന്നു വിവിധ ഘട്ടങ്ങളിൽ വിഴിഞ്ഞത്ത് നാം കണ്ടത്. അതിനെ അതിജീവിച്ച് ഈ വിജയം സംസ്ഥാപിച്ച ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയുണ്ട്. നിങ്ങളുടെ പാർട്ടിക്കും അത് അവകാശപ്പെട്ടതാണ് ഏറ്റവും പ്രമുഖമായി. ഈ ഒരു ഘട്ടത്തിൽ അത്തരം രാഷ്ട്രീയങ്ങൾ ചർച്ച ചെയ്യണ്ടേ ശ്രീ എ സമ്പത്ത്? അജിംഷാദെ, ഈ നമ്മുടെ എല്ലാ മനുഷ്യരുടെയും ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ന് തന്നെ ഞാൻ പറയാം. അതെ, അതിൽ രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അലയൊലികളുണ്ടാവും, നേരിട്ടോ അല്ലാതെയോ ഉണ്ടാവും. അതായത് എല്ലാ തീരുമാനങ്ങളും രാഷ്ട്രീയ തീരുമാനങ്ങളാണ് എന്ന് ചുരുക്കത്തിൽ വേണമെങ്കിൽ തത്വജ്ഞാനികൾക്ക് പറയാം. ഞാൻ അങ്ങനെ പറയുന്നില്ല എങ്കിലും രാഷ്ട്രീയ തീരുമാനങ്ങൾ ഇതിൻ്റെ എല്ലാം ആ അലയൊലികളുണ്ടാവും, അതിൻ്റേതായ പ്രതിഫലനങ്ങളും ഉണ്ടാവും. ഇവിടെ നമ്മുടെ ചർച്ചയിൽ ഇപ്പോൾ നമ്മുടെ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ശ്രീ രഘുചന്ദ്രൻ നായർ ഇതിൻ്റെ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക്, അപ്പോൾ അവർക്കങ്ങനെ അത് പറയാനായി കഴിയില്ല. അല്ല, ഒരിക്കലും അദ്ദേഹത്തെ അത്തരത്തിൽ നമ്മുടെ ചങ്ങാതിമാരായിട്ടുള്ള അവർക്ക് അവരുടെ വ്യക്തിപരമായ രാഷ്ട്രീയം അവർക്കുണ്ടാവാം, അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉണ്ടാവാം, വീക്ഷണകോണുകൾ ഉണ്ടാവാം. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. എന്താണെന്നറിയോ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന കാര്യങ്ങളിൽ നാം ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് നിൽക്കേണ്ടതിൽ ഒരുമിച്ച് നിൽക്കുക തന്നെ വേണം. ഇത് ഞാനിപ്പോൾ പറയുന്നതിൻ്റെ കാരണം, ഈ 2010 ഓഗസ്റ്റ് 11 അന്നത്തെ LDF ഗവൺമെൻറ്, അന്ന് മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് VS അച്യുതാനന്ദൻ, അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി, അങ്ങനെ അന്നത്തെ മന്ത്രിമാർ നിരവധി പേർ ഒക്കെ പങ്കെടുത്തുകൊണ്ട് ഇതിൻ്റെ ഫസ്റ്റ് ഫേസിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. ഞാനന്ന് ലോക്സഭാംഗമാണ്. 2011 ആകുമ്പോൾ കേരളത്തിൽ ഗവൺമെൻറ് മാറുകയാണ്, UDF ഗവൺമെൻറ് വരികയാണ്. ആ UDF ഗവൺമെൻറ് ഇതുമായി മുന്നോട്ട് പോകുന്നതിനുള്ള നിരവധി തടസ്സവാദങ്ങൾ അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. അത് രണ്ടാം UPA സർക്കാരാണ്, ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ രണ്ടാം ഗവൺമെൻറ്റാണ്. അപ്പോൾ അത് ആന്ധ്ര ബേസ്ഡ് ആയിട്ടുള്ള ഞാനതിൻ്റെ മറ്റു നാൾ വഴികളിലേക്കൊന്നും കിടക്കുന്നില്ല. എന്താ ഒരു കൊണ്ടപ്പള്ളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, അങ്ങനെയുള്ള കമ്പനിയെ സംബന്ധിച്ച് ഒക്കെയുള്ള വിവാദങ്ങൾ കുത്തിപ്പൊക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങളിലുമൊക്കെയുള്ള പരിശ്രമങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പിന്നെ ഒരു ചൈനീസ് കൺസോർഷ്യം ഉണ്ട് എന്നുള്ള നിലയിലേക്ക്. അപ്പം ഇന്ന് കേരളത്തിൽ മന്ത്രിമാരായിട്ടുള്ള സഖാവ് MP രാജേഷ്, അതുപോലെ തന്നെ സഖാവ് P രാജീവ്, അന്ന് പാർലമെൻ്റ് അംഗമായിരുന്ന CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള ഡോക്ടർ PK ബിജു. അപ്പോൾ ഞങ്ങൾ ഈ കാര്യത്തെ സംബന്ധിച്ച് ഇതൊരു ഔദ്യോഗികമായൊരു കൂടിക്കാഴ്ചയൊന്നും ആയിരുന്നില്ലെങ്കിലും ആ വർത്തമാനം ഞങ്ങൾ നടക്കുന്നത് തിരുവനന്തപുരത്തേക്കുള്ള വിമാനയാത്രാ മധ്യേയാണ്. അപ്പോൾ AK ആൻ്റണി സാറ് ആ വിമാനത്തിലുണ്ട്. അദ്ദേഹത്തോട് ഞങ്ങൾ ഈ കാര്യത്തെ സംബന്ധിച്ച് ചോദിക്കുക, ഞങ്ങൾക്ക് പാർലമെൻ്റ് അംഗങ്ങൾക്ക് അന്ന് ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ഈ ചൈനീസ് കൺസോർഷ്യം ഇന്ത്യയിൽ മറ്റു പലയിടങ്ങളിലും അവരുമായി ബന്ധമുള്ള കമ്പനികൾ ഈ തുറമുഖങ്ങൾ നിർമ്മിക്കുകയാണ്. അപ്പോൾ കേരളത്തിന് ഇത് നിർമ്മിക്കുന്നതിൻ്റെ കാര്യത്തിൽ എന്താ സാറേ അങ്ങനെ ഒരു വിഷയമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അല്ല ഇതെല്ലാം രാഷ്ട്രീയമാണ് എന്ന് നിങ്ങളൊന്ന് കരുതിക്കോളൂ, അതിലൊക്കെ പല കാര്യങ്ങളും രാഷ്ട്രീയമായിട്ടുണ്ടല്ലോ എന്ന്. ഇത് അദ്ദേഹം പറയുന്നത് 2011 തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു എന്ന കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കണം. ഇതൊരു പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു ക്ലോസ് ഡോർ മീറ്റിങ്ങോ ഒരു പേഴ്സണൽ ടോക്കോ എന്നുള്ള നിലയിൽ തള്ളിക്കളയേണ്ടതില്ല. അപ്പം ഞാനിത് പറഞ്ഞത്, ഇത് ഈ നമ്മുടെ ഈ വിഴിഞ്ഞം ഇന്ന് സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ, ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ, ഇതുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ മദർഷിപ്പുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ, ഇത് ഇന്ത്യക്ക് തന്നെ ലോക വാണിജ്യ ഭൂപടത്തിലും ലോകത്തിലെ ഈ നാവിഗേഷൻ മാപ്പിലെല്ലാം ഇതിന് കിട്ടുന്നതായിട്ടുള്ള ഒരു വലിയ പ്രസക്തിയുണ്ട്. ഞാനതിൽ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അജിംഷാദ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകരും ഇവിടെ താങ്കൾ ഉൾപ്പെടെ
ഇപ്പോൾ നമ്മുടെ വിവിധ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നിരവധി പേർ ഇപ്പം ശ്രീ ജേക്കബ് ജോർജ് അടക്കം വായിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. ഡോക്ടർ തോമസ് ഐസക്ക് എഴുതിയ ഒരു പുസ്തകമുണ്ട്, വിമോചന സമരത്തിൻ്റെ കാണാപ്പുറങ്ങൾ എന്നതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ആ പുസ്തകം ഇറങ്ങിയത്. ആ പുസ്തകത്തിൽ 1957-59 കാലത്ത് കേരളത്തിൽ നടന്നതായിട്ടുള്ള കാര്യങ്ങൾക്ക് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും നടത്തിയിട്ടുള്ള ചില ചരടുവലികളെ സംബന്ധിച്ചും അങ്ങനെ നിരവധി കാര്യങ്ങൾ അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. നേരിട്ട് മാത്രമല്ല ഇക്കാര്യങ്ങൾ, ജനീവയുമായി അവിടെ നടത്തിയിട്ടുള്ള ഒരു സമ്മേളനം, MRA മൂവ്മെൻറ്റ് എന്നുള്ള നിലയിലേക്ക് വരുന്നത്, ഇവിടെ ഒരു പ്രധാനപ്പെട്ട ദിനപത്രം തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എഡിറ്റോറിയൽ തന്നെ അന്നേ ദിവസം ഇംഗ്ലീഷിൽ അച്ചടിച്ചിട്ട് രാജ്ഭവനിൽ എത്തിച്ചത്, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഈ ഒരു പദ്ധതി വരുന്നതിന് അത് തടസ്സപ്പെടുത്തുക എന്നുള്ളത് പുതിയ മാനേജ്മെൻറ്റ് തന്ത്രമാണ്. അതിന് ഏറ്റവും നല്ല പുസ്തകം എന്നുള്ളത് അനന്തം ചൗധരിയുടെ കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദേ ആർ ഹാച്ച്ഡ് എന്നുള്ളൊരു പുസ്തകമുണ്ട്. അത് ബെസ്റ്റ് സെല്ലറായിരുന്നു ഒരു കാലത്ത്, ഒരു 10 വർഷത്തിന് മുമ്പൊക്കെ തന്നെ. എങ്ങനെ പണം ഉണ്ടാക്കാം, മറ്റൊരാളുടെ വരുമാനം എങ്ങനെ കുറയ്ക്കാമെന്നുള്ളത്, എങ്ങനെ പദ്ധതികൾ അട്ടിമറിക്കാമെന്നുള്ളത് തീരുന്നില്ല. ഞാൻ ഒരു അര മിനിറ്റ് എടുക്കുകയാണ്. കൺഫെഷൻസ് ഓഫ് ആൻ എക്കണോമിക് ഹിറ്റ്മാൻ എന്നൊരു പുസ്തകമുണ്ട്. വിശ്വപ്രസിദ്ധമായ ബെസ്റ്റ് സെല്ലറായിരുന്നൊരു പുസ്തകമാണത്. കൺഫെഷൻസ് ഓഫ് ആൻ എക്കണോമിക് ഹിറ്റ്മാൻ. ഒരു സാമ്പത്തിക കൊലയാളി എന്ന് പറയാവുന്ന പോലെ, അല്ലെങ്കിൽ കൂലിക്ക് വെടിവെക്കുന്ന, അല്ലെങ്കിൽ മെർസനറി എന്ന് പറയാവുന്ന, മലയാളത്തിന് അതിൻ്റെ ഒരു പരിഭാഷ എങ്ങനെയെന്ന് എനിക്കറിയില്ല. അത്തരത്തിലൊരാളുടെ കുറ്റസമ്മതം എന്നുള്ള നിലയിൽ ഒരു സാമ്പത്തിക വിദഗ്ധൻ, ദ സോ കോൾഡ്, അദ്ദേഹം ഈ പല ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളിലും മറ്റുമെല്ലാം നടത്തിയിട്ടുള്ള ചില ഇടപെടലുകളെ സംബന്ധിച്ചും അദ്ദേഹം കൂടി രചയിതാവായിട്ടുള്ള ഒരു കൂട്ടം ലേഖകർ ചേർന്ന് എഴുതിയിട്ടുള്ള, അതിനെ തുടർന്ന് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ പുറത്തു വന്ന മറ്റൊരു പുസ്തകമുണ്ട്. അതെന്താണെന്നറിയോ? എ ഗെയിം ആസ് ഓൾഡ് ആസ് ആൻ എംപയർ എന്നാണ്. ഒരു സാമ്രാജ്യത്തോളം പഴക്കമുള്ള ഒരു കളി എന്നുള്ളത്. ഇതെല്ലാം പ്രതിപാദിക്കുന്നത് ഒരു പുതിയ പദ്ധതി വരുന്നതും അതുമായി മുമ്പോട്ടുള്ള കാര്യങ്ങളല്ല, തങ്ങൾക്കതുകൊണ്ടുണ്ടാകാനിടയുള്ള നഷ്ടത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള പദ്ധതികളെ എങ്ങനെ അട്ടിമറിക്കാമെന്നുള്ളതും അതിന് നടത്തേണ്ടതായിട്ടുള്ള കൂടിയാലോചനകൾ, പ്രചരണങ്ങൾ, പ്രവർത്തനങ്ങൾ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ. ജസ്റ്റ് ലൈക്ക് ഒരു യുദ്ധകാലത്ത് എങ്ങനെയാണോ അതിൻ്റേതായ പ്രൊപ്പഗാൻഡയും അതിൻ്റേതായ മിസ്ഇൻഫർമേഷനും ആ യുദ്ധത്തിൻ്റെ എക്സിക്യൂഷനും പിന്നെ റീകൺസ്ട്രക്ഷൻ എന്ന പേരിലൊക്കെ നടക്കുന്ന കരാറുകളും പോലെ ഇത്തരം കാര്യങ്ങൾ നടത്തുക എന്നുള്ളത്, ഇത് നമ്മുടെ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നുള്ള ചരടുവലികൾ ഉണ്ടായി. തീർച്ചയായും ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട പല ആരോപണങ്ങളും പല വാർത്തകളും ഒക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇതെല്ലാം യാഥാർത്ഥ്യമാകുന്ന ഘട്ടത്തിൽ എവിടുന്നോ പെട്ടെന്നൊരു പൊട്ടിമുളച്ച, ജനങ്ങളെ ആശങ്കയിലാക്കി പൊട്ടിമുളച്ച സമരങ്ങൾ പോലും ആ അർത്ഥത്തിൽ പല ആശങ്കകളും ഉയർന്നതാണ്. അതൊക്കെ പോട്ടെ. ഇനി